ഇസ്രായേലിൻ്റെ ചാര സംഘടനയിൽ നിന്ന് ഒരു മെസ്സേജ് എത്തുന്നു. അത് ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയുന്നു. ഡോവൽ ഉടൻ തന്നെ അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും വസതിയിലേക്ക് ഓടുന്നു. അതായത് ബംഗ്ലാദേശ് മോഡൽ ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ചില ആളുകൾ ഒരു ശ്രമം നടത്തുന്നു. നേപ്പാളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അത് ഒരു ജിൻസി കലാപം എന്നതിനപ്പുറം ഒരു എന്താ പറയുക, ഒരു തകർക്കുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ സമാധാനത്തെ തകർക്കുന്ന തരത്തിലുള്ള ഒരു കലാപമായി അത് മാറും എന്നുള്ളത് നേപ്പാളിൽ കണ്ടതുപോലെ അല്ല നമ്മൾ ഈ ലേയിലും ലഡാക്കിലും കണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഡോവലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായിരിക്കാം ഈ ലേയിലും ലഡാക്കിലും ഇവർ പ്ലാൻ ചെയ്തത്? ലേയിലും ലഡാക്കിലും യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ളത്, നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതിൽ നിന്ന്, അതിനു മുമ്പ് ശ്രീലങ്കയിൽ കണ്ടതിൽ നിന്ന്, അതിനുശേഷം നേപ്പാളിൽ കണ്ടതിൽ നിന്ന് ലഡാക്കിന് ഒരുപാട് വ്യത്യാസമുണ്ട്. മാത്രമല്ല അത് ഒരർത്ഥത്തിൽ അതിനേക്കാൾ സങ്കീർണമാണ് താനും. ഈ ലഡാക്കിൻ്റെ പ്രശ്നം അറിയാലോ. കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന് ഇന്ത്യൻ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞിട്ട് നമ്മൾ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. ഒന്ന് ജമ്മു കാശ്മീരും ഒന്ന് ലഡാക്കും. ഇനി ജനസംഖ്യയുടെ സ്വഭാവം അനുസരിച്ച്, എത്നിക് ആയിട്ടുള്ള സ്വഭാവം അനുസരിച്ച്, അതിൻ്റെ വംശീയ സ്വഭാവം അനുസരിച്ച്, ഡിമോഗ്രാഫിക് ആയിട്ടുള്ള സ്വഭാവം അനുസരിച്ച് ജമ്മു കാശ്മീർ യഥാർത്ഥത്തിൽ 2 അല്ല 3 എന്ന് പറഞ്ഞാൽ, ജമ്മു താഴ്വരയിൽ ഈ കാശ്മീരി പണ്ഡിറ്റുകൾക്കാണ് ഭൂരിപക്ഷം. ജമ്മുവിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കാണ് ഭൂരിപക്ഷം. കാശ്മീർ ആണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. ലഡാക്ക് ബുദ്ധ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ലഡാക്കിനോട് തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ലഡാക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ലഡാക്കിനെ ഇപ്പോൾ ജമ്മു കാശ്മീരിനെ ശുദ്ധീകരിച്ചെടുക്കാൻ അടിയന്തരമായി അവിടുത്തെ സകല തീവ്രവാദത്തെയും തുടച്ചു നീക്കി ജമ്മു കാശ്മീരിനെ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയിരുന്ന അമേരിക്കൻ പിന്തുണയാണ്, പാകിസ്ഥാൻ പിന്തുണയാണ്. പാകിസ്ഥാൻ്റെ പിന്നിൽ അമേരിക്കയുണ്ട് എന്ന് വെച്ചാൽ ആഗോള ലിങ്കാണത്. അപ്പോൾ ഈ പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയുള്ള തീവ്രവാദ പ്രവർത്തനം ജമ്മു കാശ്മീരിൽ അവസാനിപ്പിക്കുക എന്നതിനാണ് ഇന്ത്യ മുൻഗണന കൊടുത്തത്. അതേസമയത്ത് ലഡാക്കിനെ നമ്മൾ കാണേണ്ട പ്രത്യേകത, ലഡാക്ക് ഒരു ബുദ്ധഭൂരിപക്ഷ രാജ്യമാണ്. ഭാരതീയ സംസ്കാരം രാജ്യമല്ല, ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ സംസ്കാരം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ നേപ്പാളിനോടും തിബറ്റിനോടും ദലൈലാമയോടും അവരുടെ ആത്മീയ നേതൃത്വം അങ്ങനെയാണ്. വേറൊന്ന് ഒരളവ് വരെ ചൈനയോടും. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വലിയ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാശ്മീരിൻ്റെ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനാണ്, എന്നാൽ ലഡാക്കിൻ്റെ അതിർത്തി പങ്കിടുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയോട് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിലെ ഇടപെടൽ, ബംഗ്ലാദേശിലെ കലാപം അല്ലെങ്കിൽ നേപ്പാളിലെ കലാപം, അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ലഡാക്കിലെ കലാപത്തിൻ്റെ പ്രത്യക്ഷമായ കാരണം നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു അത്? ലഡാക്കിലെ സോനം വാങ്ചുക്ക് നേരത്തെ തന്നെ ഒരു NGO ആണ്. അദ്ദേഹത്തിന് ആഗോള സാമ്പത്തിക പിന്തുണ കിട്ടുന്നുണ്ട്. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ് കാര്യമായി നടത്തുന്നത്, പരിസ്ഥിതിക്ക് വേണ്ടി. അത് അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്, വലിയ കൗതുകം നിറഞ്ഞ പദ്ധതികളാണ്. അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? മഞ്ഞുപാളികൾ സൂക്ഷിച്ചു വെക്കുക. നമ്മൾ റെയിൻ ഹാർവെസ്റ്റ് പറയില്ലേ, ഈ മഴവെള്ളം സംരക്ഷിക്കുന്നത് പോലെ മഞ്ഞുപാളികൾ സംരക്ഷിച്ചു വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള കാലത്ത് അത് ഉരുക്കി വെള്ളമാക്കി മാറ്റുക. അങ്ങനെ നല്ല കൗതുകം നിറഞ്ഞ ഒരുപാട് പദ്ധതികളുമായിട്ട് എത്രയോ കാലമായിട്ട് അദ്ദേഹം അവിടെയുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം അത്ര വലുതൊന്നുമല്ല, ആകെ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ഒരു പാർലമെൻറ്റ് മണ്ഡലം 3 നിയമസഭാ മണ്ഡലം, ഒരു കൊച്ചു പ്രദേശമാണ്. ലഡാക്ക് അത്ര അപകടം പിടിച്ച സ്ഥലമല്ല. ലഡാക്കിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ലഡാക്കിൻ്റെ ഇപ്പോൾ നമ്മൾ ഇദ്ദേഹം ഉണ്ടല്ലോ, സോനം വാങ്ചുക്ക് അവിടെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തു, ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ലഡാക്കിന് വേണ്ടി പൊരുതുകയാണ്. 2 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒന്നെന്താണ്? കാശ്മീരികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് സംസ്ഥാന പദവി തിരിച്ചു തരണം. നരേന്ദ്രമോദി എടുത്തു കളഞ്ഞതാണ്. കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുമ്പോൾ ഇനി ലഡാക്കിനും സംസ്ഥാന പദവി തിരിച്ചു തരണം
എന്നാണ് അവരുടെ ഒരു വാദം. രണ്ട്, ഈ ഭരണഘടനയുടെ 6-ാം അനുച്ഛേദത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ 6-ാം അനുച്ഛേദത്തിൽ ലഡാക്കിനെ കൂടി ഉൾപ്പെടുത്തണം. 6-ാം അനുച്ഛേദത്തിൽ ചേർത്താനുള്ള ഗുണം എന്താണെന്നറിയോ? അതിന് ഗോത്രവർഗ പദവി കിട്ടും ഈ പ്രദേശത്തിന്. ഗോത്രപ്രദേശമായിട്ട് എന്ന് വെച്ചാൽ ട്രൈബൽ ഏരിയയായിട്ട് ഭരണഘടനാ സംരക്ഷണം കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുറത്തു നിന്ന് ആർക്കും വന്ന് അവിടെ ഭൂമി വാങ്ങാൻ പറ്റില്ല. മുഴുവൻ ഭൂമിയും ലഡാക്കുകാരുടേതായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. ഈ രണ്ട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വാങ്ചുക്കിൻ്റെ സമരം തുടങ്ങിയത് അവിടെ. ആ സമരം ഏതാണ്ട് ഗവൺമെൻറ് ആദ്യകാലത്ത് അതൊരു സമാധാനപരമായ സമരമാണ്, അഹിംസാത്മകമായ സമരമാണ്, ഒരു ചോരച്ചൊലിച്ചിലും ഇല്ല. അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. മാത്രമല്ല അത് എളുപ്പമല്ലല്ലോ, കാരണം കാശ്മീരിന് ഗവൺമെൻറ് സമയവും വേണം. കാരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കാശ്മീരാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിനെ വേണ്ടിയുള്ള പദ്ധതികളും ആലോചനയും അവിടെ ഭീകരാക്രമണം, തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ, ഇതിൻ്റെയൊക്കെ തിരക്കുകൾ. മാത്രമല്ല അതിന് മുമ്പ് ഉറി തൊട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടന്നല്ലോ, ഇതിന് മുമ്പും. അപ്പോൾ കാർഗിൽ, പുൽവാമ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് വേണ്ട വിധം ഈ ലഡാക്കിനെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമെങ്കിലും ലഡാക്കിലേക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവർ സംതൃപ്തരല്ല. അതാണ്. അപ്പോൾ ആ അസംതൃപ്തി നിലനിർത്തുന്നതിൽ ഇദ്ദേഹം സോനം വാങ്ചുക്ക് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ സമരത്തെ ഗവൺമെൻറ് പരിഗണിക്കുകയും ഗൗരവമായിട്ട് പരിഗണിക്കുകയും പലതവണ ചർച്ച നടത്തുകയും അവരുടെ ഈ പ്രധാനപ്പെട്ട രണ്ട് ഡിമാൻഡുകൾ അത്ര എളുപ്പമല്ല സ്വീകരിക്കാൻ. ഒന്ന് ലഡാക്കിന് മാത്രമായിട്ടൊരു സംസ്ഥാന പദവി കൊടുക്കാൻ പറ്റില്ല. അതിന് കൊടുക്കാൻ മാത്രമുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഒരു കൊച്ചു പ്രദേശമാണ്. ആ കൊച്ചു പ്രദേശം ഒരു കൊച്ചു സംസ്ഥാനമാക്കി മാറ്റിയാൽ ഉണ്ടാകാവുന്ന അപകടം തൊട്ട അയൽപ്പക്കത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ച് ചൈനീസ് താല്പര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. രണ്ടാമത്തേത്, ഈ പദവി കൊടുത്താലും ട്രൈബൽ സ്റ്റാറ്റസ് കൊടുത്താലും ഉണ്ട് പ്രശ്നങ്ങൾ. ട്രൈബൽ സ്റ്റാറ്റസ് കൊടുത്താൽ പിന്നെ കാശ്മീർ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനോ ഒരു പ്രത്യേക സംരക്ഷണ പദവിയാണല്ലോ അത്. ഇപ്പോൾ നമ്മൾ മണിപ്പൂരിൽ നിന്ന് പാഠം പഠിച്ചതുപോലെ മിസോറാമിനുള്ള പദവി പോലെ അങ്ങനെയാണ്. അത്തരം പദവികൾ കൊടുക്കുമ്പോൾ ഇനി ഗവൺമെൻറ് സൂക്ഷിച്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും ചർച്ച ചെയ്യാം. ഒക്ടോബർ 6-ന് ഈ വരുന്ന 6-ാം തീയതി ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ് ഗവൺമെൻറ്. 6-ാം തീയതി ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഈ സമരം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള ചില താല്പര്യങ്ങളുണ്ട്. ആ സമരം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ചില ആഗോള താല്പര്യങ്ങളുണ്ട്, NGO താല്പര്യങ്ങളുണ്ട്, സാമ്പത്തികമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമരം ഇങ്ങനെ നീണ്ടുപോകുകയാണ് സത്യത്തിൽ ഇത്തരം ആളുകൾക്ക് താല്പര്യം. സമരം നീണ്ടുപോകുക. ഓർമ്മയില്ലേ പണ്ട് നമ്മുടെ മണിപ്പൂരിൽ നിന്ന് പണ്ട് നടത്തിയിരുന്ന സമരം ഉണ്ടല്ലോ, ഒരു സ്ത്രീ. അപ്പോൾ അത്തരത്തിലൊരു സമരം നീട്ടിക്കൊണ്ടു പോകാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചു. ഒക്ടോബർ 6-ന് തീരുമാനമാകുമെന്ന് വന്നു. അപ്പോൾ സമരം തീരുമെന്ന് കണ്ടപ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം പിന്നെന്ത് ചെയ്തു? ഇദ്ദേഹം വഴിവിട്ട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം സമാധാനമല്ല പിന്നെ പറയുന്നത്. ഞങ്ങൾ ഇനി സമാധാനത്തിൻ്റെ പാതയില്ല. കണ്ടില്ലേ, നിങ്ങൾ നേപ്പാളിലേക്ക് നോക്കൂ, ജെൻസിയെ കണ്ടില്ലേ? ജനങ്ങൾ, പുതിയ തലമുറ നിയമം കയ്യിലെടുത്താൽ ഒരു ഭരണകൂടത്തിനും രക്ഷപ്പെടാനാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും അതിൻ്റെ കൂടെ ചേർന്നു. ആളുകൾക്ക് എരുതി എന്ന് വെച്ചാൽ ആവേശം കൊടുത്തു. ആളുകൾക്ക് ആവേശവും ഉത്തേജനവും കൊടുത്തു. ആളുകൾ രംഗത്തിറങ്ങാൻ തുടങ്ങി. ആളുകൾ രംഗത്തിറങ്ങി അക്രമാസക്തമായി എന്ന് കണ്ടപ്പോൾ അതുവരെ ഈ അഹിംസാ സമരം നടത്തിയ ആൾ സമരം നിർത്തിവെച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി. സത്യത്തിൽ അത് വലിയ വഞ്ചനയാണ്. കാരണം മഹാത്മാഗാന്ധിയും അഹിംസാ സമരം നടത്തിയ ഒരാളാണ്. ഗാന്ധിയൻ സമരമാണ് എൻ്റെ സമരം എന്നാണ് ഇദ്ദേഹം സോനം വാങ്ചുക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അഹിംസാ സമരം അക്രമാസക്തമാകുമ്പോൾ നേതാവ് വിട്ടെറിഞ്ഞ് പോകാൻ പാടുണ്ടോ? നേതാവ് അതിൻ്റെ മധ്യത്തിൽ നിൽക്കണ്ടേ? പഞ്ചാബിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ വന്ന് കത്തിക്കുമ്പോൾ സമരം അക്രമ മാർഗത്തിലേക്ക് പോകുമ്പോൾ മഹാത്മാഗാന്ധി അതിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യരുത് കൂട്ടരെ എന്ന് പറയാൻ ആൾ വേണ്ടേ? അപ്പോൾ ഇദ്ദേഹം ചെയ്ത അക്രമം കൊണ്ടാണ് ഇപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങാൻ കാരണം. അദ്ദേഹം അവിടെ നിയന്ത്രിക്കാൻ നിൽക്കാതെ ജനങ്ങളെ കയറൂരി വിട്ട് കലാപം ഉണ്ടാക്കാനാണ് ബോധപൂർവ്വം ശ്രമിച്ചത്. അക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഒരേ ഒരു കുറ്റം ആ സമരം ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശം കൊടുത്തതാണ്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മളിതിൽ കാണേണ്ട ഒരു കാര്യം, ഈ അതിവേഗത്തിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതിവേഗത്തിൽ അടിച്ചമർത്താൻ തീരുമാനിച്ചു.
ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പിന്നിൽ തീർച്ചയായിട്ടും നേപ്പാളിന്റെ അംശം ഉണ്ടാകാം എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. മാത്രമല്ല ഇവരിങ്ങനെ നേപ്പാൾ ജെൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എളുപ്പമല്ലാതെ, കാരണം അത്ര വലിയ, ഒന്നാമത്തെ കാര്യം അത്ര വലിയ ഇന്ത്യ ഗവൺമെന്റിനെതിരായുള്ള വലിയ വികാരം ഒന്നും ലഡാക്കിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുള്ള കാരണവും ഉണ്ടായിട്ടില്ല. അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നടപ്പാക്കാനാവാത്ത രണ്ട് കാര്യങ്ങൾ, ഇതിൻ്റെ ഇപ്പോൾ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയും എടുത്തു കളഞ്ഞപ്പോൾ അതൊരവസരമാക്കി മാറ്റിയിട്ട് ലഡാക്കിലെ ഒരു വിഘടനവാദം ഉയർത്താനാണ് ശ്രമിച്ചത്. അത് പരിഗണിക്കുക എളുപ്പമല്ല എന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമരം അവിടെ വന്നാൽ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആ അക്രമത്തെ അടിച്ചമർത്തി. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, ഈ ജെൻസി വന്നത് എങ്ങനെയാണ്? ജെൻസിയും ഇതും തമ്മിൽ ബന്ധമില്ല. ജെൻസി വന്നത് ഒരു രാജ്യത്ത് ദീർഘകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സമ്പൂർണ്ണമായും ജനവിരുദ്ധമായി തീരുക, വലിയ അഴിമതിക്കാരായി തീരുക, മാത്രമല്ല ഈ നേതാക്കന്മാരുടെ, അവിടുത്തെ കടുത്ത കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുടെ മക്കളാണ്, അവരാണ് ഭരിക്കുന്നത്, അവരുടെ മക്കളാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത്. അവരുടെ ആർഭാടം, അഴിമതി, ആഡംബര ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ജെൻസി ഉണ്ടാക്കിയത്. ആ ജെൻസിയുടെ മോഡലല്ല ഇത്. മാത്രമല്ല KP ശർമ്മ ഒലിയുടെ ഗവൺമെൻറ് എത്രയോ കാലമായിട്ട് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്നുണ്ട്. ഇന്ത്യയോട് സാംസ്കാരികമായി വലിയ അടുപ്പമുള്ള നാടാണ് നേപ്പാൾ. അപ്പോൾ ചേർത്ത് പിടിക്കേണ്ട, ആത്മാവിൽ ചേർത്ത് പിടിക്കേണ്ട ഇന്ത്യയെ പോലൊരു രാജ്യത്തിനോട് കടുത്ത ശത്രുത ഗവൺമെൻറ് പറയാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയോട് സ്നേഹമുള്ള ആളുകളും ആ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഘടകങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ലഡാക്കിലില്ല. ലഡാക്കിലെ കലാപം യഥാർത്ഥത്തിൽ ഒരു ജനതയെ നയിക്കാൻ അറിഞ്ഞുകൂടാത്ത, സമരം നയിക്കാൻ അറിഞ്ഞുകൂടാത്ത നേതൃത്വം ഉണ്ടാക്കിയ കലാപമാണ്. ആ കലാപത്തെ ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് അടിച്ചമർത്തിയിട്ടുമുണ്ട്. അതിൽ നിന്ന് കൂടുതൽ ഡെവലപ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല, കൂടുതലൊന്നും എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. കാരണം അങ്ങനെ സ്വാധീനിക്കാനോ വലിയ തോതിൽ കലാപം ഉണ്ടാക്കാനോ, പിന്നെ നിയന്ത്രണാതീതമായ ഒരു പ്രദേശവുമല്ല, വളരെ ചെറിയൊരു പ്രദേശമാണ്. അതുകൊണ്ട് ലഡാക്കിലെ കലാപം ഇനി എനിക്ക് തോന്നുന്നു ഒന്നാമത് ആ സമരത്തിൻ്റെ ആവശ്യങ്ങൾ പോലും ഇനി പരിഗണിക്കേണ്ടി വരില്ല. ആ സമരം അക്രമാസക്തമായി, അത് ഗവൺമെൻറ്റിന് അടിച്ചമർത്താനും സൗകര്യമായി. അതല്ലാത്തൊരു മാർഗത്തിൽ ലഡാക്ക് തീർക്കേണ്ട ആവശ്യവുമില്ല. കാരണം ലഡാക്കിൻ്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് നമുക്ക് തോന്നണ്ടേ. പിന്നെ ലഡാക്ക് ഭരിക്കുന്ന ഗവൺമെൻറ് ആരാണ്? ലഡാക്ക് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ അഴിമതിയോ ആഡംബര ജീവിതമോ, ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലെ ആളുടെ കുടുംബം ആഡംബരം കാണിച്ചു എന്ന് ആരെങ്കിലും പറയൂ? അദ്ദേഹത്തിന് കുടുംബമേ ഇല്ല. അപ്പോൾ നേപ്പാളിന് സമാനമായ ഒന്നും, പിന്നെ ലഡാക്കിൻ്റെ സംസ്കാരത്തെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ തകർക്കാനോ ഒന്നുമുള്ള നീക്കങ്ങൾ നടന്നിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ദലൈലാമ ഉൾപ്പെടെയുള്ളവരുടെ എന്ന് വെച്ചാൽ തിബറ്റൻ ആത്മീയ നേതാവ്, ബുദ്ധഭിക്ഷുക്കളുടെ ആത്മീയ നേതാവായ ദലൈലാമയെ ചൈന നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും സമ്പൂർണ്ണ പിന്തുണയോടെ ഇന്ത്യ ഗവൺമെൻറ് പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ലഡാക്ക് തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലഡാക്ക് തീരേണ്ട ഒരു സന്ദർഭമുണ്ടായി, കാരണമുണ്ടായി, അത് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഗവൺമെൻറ് അത് ഭംഗിയായി കൈകാര്യം ചെയ്തു എന്ന് വേണം കരുതാൻ. ലഡാക്ക് കത്തിയ ആളുകൾ 4 പേരോ മറ്റോ ആണ് ആകെ മരിച്ചത്. അതുപോലും ഈ വെപ്രാളത്തിനിടയിൽ പെട്ടതാണ്. അല്ലാതെ ഒരു കലാപം എന്നൊന്നും വിളിക്കേണ്ടതുണ്ടോ ലേയിലും ലഡാക്കിലും നടക്കുന്ന കലാപങ്ങളെ എന്ന് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ ഗവൺമെൻറ് അതിവേഗത്തിൽ അത് ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ.